നമസ്കാരം, ധനകാര്യത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം ഒരിടത്ത് നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്നും മാസം തോറും ഒരു കൃത്യമായ തുക വരുമാനമായി ലഭിച്ചാലോ, അതും യാതൊരുവിധ റിസ്ക്കുമില്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ സുരക്ഷയോടെ, അത്തരത്തിൽ ഒന്നാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ MIS. ഈ പദ്ധതി എന്താണ്, ഇതിൽ എത്ര രൂപ നിക്ഷേപിക്കാം, നിങ്ങൾക്ക് മാസം എത്ര രൂപ പലിശ ലഭിക്കും, ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് വിശദമാക്കാവുന്നതാണ്. എന്താണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം? പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്നതൊരു ലഘു സമ്പാദ്യ പദ്ധതിയാണ്. നമ്മളൊരു നിശ്ചിത തുക 5 വർഷത്തേക്ക് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു. ഈ തുകയുടെ പലിശ ഓരോ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരും. 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ നിക്ഷേപിച്ച തുക മുഴുവനായി തിരികെ ലഭിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ നിക്ഷേപ പരിധിയും പലിശയും മിനിമം നിക്ഷേപവും തുടങ്ങിയ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അത് നിലവിലെ ഏറ്റവും കുറഞ്ഞ നിക്ഷേപം എന്ന് പറയുന്നത് 1000 രൂപ മുതലാണ്. 1000 രൂപ മുതൽ ആരംഭിക്കാം. പലിശ നിരക്ക് നിലവിൽ 7.4%. നിക്ഷേപ പരിധി എന്ന് പറയുന്നത് ഒരാൾക്ക് ഒറ്റയ്ക്ക് പരമാവധി 9 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ കഴിയുന്നു. ഇനി ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാൻ സാധിക്കും. കാലാവധി ഉണ്ട്. ലോക്കിൻ പീരീഡ് 5 വർഷമാണ്. വരുമാനം എത്ര ലഭിക്കും എന്ന് നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ നോക്കാം. നിങ്ങൾ 5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ മാസം തോറും ഏകദേശം 3083 രൂപ വരുമാനമായി ലഭിക്കും. അതേസമയത്ത് നിങ്ങൾ ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങി ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ തുക 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. അതിൽ നിങ്ങൾ 15 ലക്ഷം രൂപ ജോയിൻ്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം തോറും 9250 രൂപ പലിശയായി ലഭിക്കും. ഇനി നിങ്ങൾ 9 ലക്ഷം രൂപ ഒരാൾക്ക് ഇൻഡിവിജ്വലായി നിക്ഷേപിക്കാൻ പറ്റുന്ന എമൗണ്ട് 9 ലക്ഷം രൂപയാണ്. ഈ 9 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഏകദേശം 5550 രൂപ മാസം തോറും പലിശയായി ലഭിക്കും. റിട്ടേൺസ് ലഭിക്കും. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 വർഷത്തിന് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കില്ല. 1 മുതൽ 3 വർഷത്തിനുള്ളിൽ പിൻവലിച്ചാൽ നിക്ഷേപത്തിൻ്റെ 2% പിഴയായി നൽകേണ്ടി വരും. അതായത് 1 വർഷത്തിന് മുൻപ് ഈ തുക പിൻവലിക്കാൻ കഴിയില്ല. 1 മുതൽ 3 വർഷത്തിനുള്ളിൽ പിൻവലിച്ചാൽ നിക്ഷേപത്തിൻ്റെ 2% പിഴയായി നൽകണം. ഈ പലിശ വരുമാനത്തിന് നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് ഇൻകം ടാക്സ് ബാധകമാണ്. നിങ്ങൾക്ക് കിട്ടുന്ന പലിശ വരുമാനത്തിന് അനുസരിച്ച് ഇൻകം ടാക്സ് ബാധകമാണ്. ഇനി ചുരുക്കത്തിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്കും റിട്ടയർ ചെയ്തവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഒരു സ്ഥിര വരുമാനം കണ്ടെത്താൻ പറ്റിയ ഏറ്റവും സുരക്ഷിതമായ മാർഗമാണിത്. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ആധാർ കാർഡും ഫോട്ടോയും നൽകി അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്.